ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളങ്ങനെ പൊതുവെ ലോങ് വീഡിയോസുകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് നമുക്കുള്ളൊരു ലോങ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വ്ളോഗിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഞാനിവിടെ മൈക്കിലൂടെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിധമൊക്കെ ഈ വീഡിയോ എന്താണെന്ന് പിടികിട്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ സാധനമാണ് സൗണ്ട് ക്വാളിറ്റി. സൗണ്ട് ക്വാളിറ്റി ഇല്ലാതെ നമുക്കൊരിക്കലും വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അവരുടെ വോളിയം, ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം വോളിയം ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വോളിയം കുറച്ച് വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ സൗണ്ട് അവർ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകാനുള്ള സംഭവമുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഒട്ടും സൗണ്ടില്ലേ നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മൈക്കുകൾ ഉപയോഗിക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചീപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സൗണ്ട് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് വലിയ വലിയ വ്ളോഗർമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ഇതുപോലെ പാവപ്പെട്ട യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ചെറിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയവർക്ക് സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഞാനും ആദ്യം സൗണ്ട് ക്വാളിറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോഴാണ് ഇതുപോലുള്ള മൈക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്. ഇതുപോലെ ഒരു മൈക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇതിനത്ര സൗണ്ട് ക്വാളിറ്റി തോന്നിക്കുന്നില്ല. ഒരു കുറഞ്ഞ മൈക്കായിട്ട് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന് 3-4 എന്താ പറയുക, ഒരു ഫോൾട്ടുകളുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഫാൻ ഇട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. ഫാൻ ഇടുമ്പോൾ ഒരു വെട്ടൽ വരുന്നു. ഞാൻ അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഏറ്റവും അടുത്ത് വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓക്സിജൻ വിടുന്നത്, ഇപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അങ്ങനെ ഓക്സിജൻ നമ്മൾ പുറത്തോട്ട് വിടുന്ന സമയത്ത് അത് നല്ല രീതിയിൽ തന്നെ വന്നടിച്ച് അത് കേൾക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് നമ്മുടെ ഫിൽറ്റർ ഇങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ബാസ് കൂടും. പക്ഷേ ഈ ഫിൽറ്റർ ഇട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു നോയ്സ് വന്നിട്ട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ ഫോൾട്ട് ഫാൻ ഇട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഫാൻ ഇട്ടുമ്പോൾ ചൂടെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൂടെ. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളുടെ കോളറിലാണല്ലോ ഇത് വെക്കേണ്ടിയുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്, അവരിതിൽ കൊടുത്തിട്ടുള്ളത്. ഞാനിത് കോളറിലേക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സൗണ്ട് കുറയുന്നുണ്ട്. ഇപ്പം ഞാനിത് കുറച്ചുകൂടി മുകളിലോട്ട് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്, കുറച്ചൊന്ന് സൗണ്ട് കറക്റ്റ് ആകുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല സൗണ്ടും, ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ പകുതിയായി കുറയുന്നു. ഫാനും കൂടി ഇട്ടാൽ പിന്നെ ഒന്നും പറയണ്ട, ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫോൾട്ടുകളുണ്ട് ഈ ഒരു മൈക്കിന്. പിന്നെ അതുപോലെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഏറ്റവും നല്ല മൈക്ക് ഏതാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ല മൈക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയ മൈക്കുകളാണ് ഏറ്റവും നല്ല മൈക്ക്. അപ്പോൾ അത്രയൊന്നും വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, കാരണം തുടക്കക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊരു മൈക്ക് അത് ഏതാണ് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മൈക്കുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഏറ്റവും ഒട്ടും നമ്മളിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു മൈക്ക് വാങ്ങിച്ചാൽ, എന്നെ പോലെയുള്ള തുടക്കക്കാരാണ് ഇതുപോലുള്ള മൈക്ക് വാങ്ങിച്ചാൽ മതി. പക്ഷേ നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിലർ പറയും വയർലെസ് മൈക്ക് നല്ലതാണ്. പക്ഷേ വയർലെസ് മൈക്കിനും ഒരുപാട് ലിമിറ്റേഷൻസുകളുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ക്യാമറ ഇല്ലേ, ഈ ഒരു ക്യാമറ പറ്റില്ല. അതിന് വേറൊരു ക്യാമറ ആപ്ലിക്കേഷനിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, സാധാരണ നമ്മൾ ഫോണുകളിലൊക്കെ ഉള്ളത്. അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിൽറ്ററിങ് ഇല്ല, അതുപോലെ തന്നെ ഒരുപാട് ലിമിറ്റേഷനുകളുണ്ട്. ആകെ വീഡിയോ എടുക്കാൻ മാത്രമേ എന്തോ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ട എന്താ പറയുക, ഇതിലുള്ള ഫീച്ചേഴ്സുകളൊന്നും അതിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും നല്ല കൂടിയ മൈക്കുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം വയർലെസ് ആയിട്ട്. പക്ഷേ അതിൽ എന്താ പറയുക, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ എടുക്കണം ചീപ്പായിട്ടുള്ള വയർലെസ് മൈക്കുകൾ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വയേർഡ് ആയിട്ടുള്ള നല്ല മൈക്ക്. ഞാൻ വയറുള്ള നല്ല മൈക്ക് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുള്ളൂ. വയറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹെഡ്ഫോൺ ജാക്കിൽ കുത്തി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൈക്ക്. ഏറ്റവും നല്ലത് ഏതാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരിക്കണം, ഇവിടെ വെച്ചാൽ നല്ല സൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള മൈക്കുകൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ബോയയുടെ ഒരു മൈക്കാണ്. ഈ ഒരു മൈക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സൗണ്ട് ക്വാളിറ്റി കിട്ടും. നമ്മളിത് ഫോൺ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തിട്ട് നമുക്ക് ഹെഡ്ഫോൺ ജാക്കിൽ കുത്തിയിട്ട് സംസാരിക്കും. നമുക്ക് ഇവിടെ വെച്ചാൽ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഫാനിട്ട് സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല. ഒരു യൂട്യൂബർ, ഏകദേശം ഏറ്റവും നല്ലൊരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉള്ള ഒരു ചാനലുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ഇത് ഏകദേശം 3 വർഷത്തോളം
ആ ഒരു ബോയയുടെ മൈക്ക് ഉപയോഗിച്ചിരുന്നു. ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്നത് ചീപ്പസ്റ്റ് മൈക്കാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് സംസാരിച്ചാലേ നല്ല ശബ്ദം കേൾക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ബോയയുടെ മൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി കിട്ടും. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി പോലെ തന്നെയാണ് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റി നല്ലതുപോലെ കൂട്ടണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ ക്വാളിറ്റി ഒന്നുമില്ല. ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ ഫേസ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം. ബാക്ക് ക്യാമറയിൽ നമുക്ക് അത് കറക്റ്റ് ആവില്ല. എന്തെങ്കിലും ഒരു മിറർ ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് ഇവിടെ ഉപയോഗിച്ചൊരു 9 വാട്ട്സിൻ്റെ ഒരു LED ബൾബ് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ലൈറ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ലൈറ്റോ ട്രൈപ്പോഡൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോൾ ട്രൈപ്പോഡ് ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ട്രൈപ്പോഡ് ഇല്ലാതെ ഒരുപാട് പേര് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ചെറിയ ചാനൽ തുടങ്ങിയവർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്നും കൂടി പറയുന്നു, ഇനിയിപ്പോൾ ഇതിൽ കയറി പൊങ്കാല ഇടാൻ ആരും വരരുത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു കുറഞ്ഞ മൈക്ക്, അത് നല്ലൊരു മൈക്ക്, വയേർഡായിട്ടുള്ള വയർലെസ് അല്ലാത്ത വയേർഡായിട്ടുള്ള മൈക്ക്, അതേ ഞാൻ പറയുന്നുള്ളൂ ഏറ്റവും നല്ലതായിട്ട്. അതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം മറ്റുള്ള യൂട്യൂബർമാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക, ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ചീപ്പസ്റ്റ് മൈക്കാണ് ഒന്നുകൂടി പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്, ലൈക്ക് ചെയ്യുക. അപ്പോൾ വളരെ കുറവാണ് എൻ്റെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.